Hey guys, welcome back to Malu Vlogs. Malu Vlogs ന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നല്ലതാണെന്ന് തിരിച്ചറിഞ്ഞപ്പോഴത്തേക്കും പറന്നകന്ന നമ്മുടെ സ്വന്തം ഫോർഡിന്റെ ഫ്രീ സ്റ്റൈൽ ആണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ അവലോകനം സീരീസിലെ മൂന്നാമത്തെ കാർ ഫോർഡ് ഫ്രീ സ്റ്റൈൽ ആണ്. അപ്പോൾ നമുക്ക് ഫ്രീ സ്റ്റൈലിന്റെ ഫുൾ ഡീറ്റെയിൽ ഒന്ന് നോക്കാം. ഇത് 2018 മോഡൽ ഫ്രീ സ്റ്റൈലാണ്. ഫ്രീ സ്റ്റൈൽ ലോഞ്ച് ആവുന്നത് 2018 ഫോർഡ് റീലോഞ്ച് ആയിട്ട്, അതായത് ഫോർഡിന് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ മെയിൻ്റെനൻസ് കോസ്റ്റ് കുറച്ച് കൂടുതലായിരുന്നു. പിന്നെ ഇതിൻ്റെ സ്പെയർ പാർട്സും അത്യാവശ്യം നല്ല റേറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ മുൻകാലങ്ങളിൽ ഇറങ്ങിയ ഫോർഡിൻ്റെ വണ്ടികളിൽ ഒരുപാട് അപാകതകളുണ്ടായിരുന്നു. സോ അതെല്ലാം അവർ പരിഹരിച്ചിട്ട് 2015 ആയപ്പോഴേക്കും ഫോർഡ് ഫിഗോയും ഫോർഡ് ആസ്പെയറും രണ്ട് കാറുടെ വീണ്ടും ഒരു റീലോഞ്ച് ചെയ്തു. അങ്ങനെ റീലോഞ്ച് ചെയ്ത് അത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ഒരു പ്രമുഖ ബ്രാൻഡുമായിട്ട് അവരുടെ മെയിൻ്റെനൻസ് കോസ്റ്റ് തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഫോർഡിനാണ് മെയിൻ്റെനൻസ് കോസ്റ്റ് കുറവെന്ന് അവർ സർട്ടിഫൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയും നമ്മളെ ഫോർഡ് ഞെട്ടിച്ചിട്ടുണ്ട് ഒരിക്കൽ. അപ്പോൾ അതിനുശേഷം 2015 വീണ്ടും റീലോഞ്ച് ആയിട്ട് വീണ്ടും അവർ അത്യാവശ്യം ഫീച്ചറുകളോടെ തന്നെയാണ് ആസ്പെയറും ഫിഗോയും അവർ ലോഞ്ച് ചെയ്തത്. എന്നിരുന്നാൽ കൂടി വർഷങ്ങൾ കഴിയും തോറും അതിൽ മാറ്റങ്ങൾ വരുത്താത്തത് കൊണ്ട് തന്നെ ഇന്ത്യക്കാർക്ക് ഒരു താല്പര്യക്കുറവ് ഫോർഡിലേക്ക് വന്നു. അങ്ങനെ വന്ന സമയത്ത് അവർ 2018 ആയപ്പോഴേക്കും ഇതിപ്പോൾ ഒരു ഫ്രീ സ്റ്റൈൽ ആണെങ്കിൽ കൂടി ഇതിനകത്തൊരു ഫിഗോ ഒളിഞ്ഞിരിപ്പുണ്ട്. ഫിഗോയിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഒരു ക്രോസ് ഓവർ എന്നൊരു സെഗ്മെന്റിൽ ഫ്രീ സ്റ്റൈൽ ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ 2018 ആയപ്പോഴേക്കും ഒരുപാട് ഫീച്ചറുകൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറച്ച് നല്ല നല്ല ഫീച്ചറുകൾ ആഡ് ചെയ്തിട്ടാണ് ഈ വണ്ടി അവർ ലോഞ്ച് ചെയ്തത്. അപ്പോൾ നമുക്കിതിൻ്റെ മുൻഭാഗത്ത് നിന്ന് തുടങ്ങാം. അപ്പോൾ തന്നെ നമുക്ക് കുറച്ച് ഫീച്ചറുകൾ ഇതിലുണ്ട്. അത് നമുക്ക് പറഞ്ഞുകൊണ്ട് ബാക്കി സൈഡിലേക്ക് പോകാം. ഇത് 1.5 ലിറ്റർ 4 സിലിണ്ടർ ഡീസൽ എഞ്ചിനാണ് ഫ്രീ സ്റ്റൈലിന് ഉള്ളത്. ഇത് ടർബോ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു എഞ്ചിനാണ്. ഇതിന് ടർബോ ഉണ്ട് ഈ വണ്ടിക്ക്. നല്ല പവറാണ് ഇത് ഓടിക്കാൻ. ഓടിച്ചവർക്ക് അറിയാൻ പറ്റുമായിരിക്കും ഫോർഡിന്റെ ഒരു പെർഫോമൻസ്. ഫോർഡും നമ്മുടെ ഫോക്സ് വാഗനും ഒക്കെ ഏകദേശം ഒരേപോലെയാണ്. അപ്പോൾ വണ്ടിയുടെ മുൻഭാഗത്തും തുടങ്ങുമ്പോൾ അത്യാവശ്യം നല്ലൊരു ബോണറ്റാണ്. കാരണം ബോണറ്റിൽ കുറച്ച് കർവും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. വെറുതെ ഒരു ഫ്ലാറ്റ് ബോണറ്റ് അല്ല, അവർ എന്തിനോ വേണ്ടി ഇറക്കിയതല്ല. അത്യാവശ്യം ഡിസൈനിൽ തന്നെയാണ് ഫ്രണ്ട് ബോണറ്റ് അവർ ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഈ ഭാഗം കാണുമ്പോൾ ഇപ്പോൾ ഇറങ്ങുന്ന ചില പ്രമുഖ വണ്ടികളുടെ ഫ്രണ്ട് പോലെ തോന്നും. പക്ഷെ ഇത് അതിന് മുന്നേ ഫോർഡ് ഫസ്റ്റ് ഇറക്കിയ ഒരു മോഡലാണ് ഈ ഒരു, അതായത് ഒരു മസ്താങ്ങിൻ്റെയൊക്കെ ഫ്രണ്ട് പോലെ നമുക്ക് തോന്നും. ഇത് പക്ഷേ ഇപ്പോൾ ഇറങ്ങുന്ന ചില കാറുകൾക്ക് അതുകൊണ്ട് ഏതാണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കൊന്ന് ഊഹിച്ചെടുക്കാം. പിന്നെ അത് കഴിഞ്ഞ് താഴെ ഗ്രില്ലിലേക്ക് വരുമ്പോൾ ഫിഗോ ആസ്പെയർ ആയിരുന്ന ടൈമിൽ ഇവിടെ ഫുള്ളൊരു ക്രോം ഫിനിഷ് ആയിരുന്നു. അതെല്ലാം അവർ ഫുള്ള് മാറ്റിയിട്ട് ഫുള്ളൊരു ബ്ലാക്ക് എലമെന്റിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെൻട്രലായിട്ട് ഫോർഡിന്റെ ഒരു ലോഗോ ഉണ്ട്. നമ്പർ പ്ലേറ്റ് കഴിഞ്ഞാൽ താഴെയായിട്ടൊരു ക്ലാഡിങ് ഉണ്ട്. ഈ ക്ലാഡിങ് വണ്ടിയുടെ 4 വശവും ചുറ്റി പോകുന്നുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റ്, ഇത് നമ്മുടെ ഫിഗോ ആസ്പെയർ സെയിം ഹെഡ്ലൈറ്റ് തന്നെയാണ്. ഇതിൽ ഫ്രീ സ്റ്റൈൽ ആയപ്പോൾ ഈ ഹെഡ്ലൈറ്റ് ഓട്ടോമാറ്റിക് ഹെഡ്ലൈറ്റ് ആണ്. ഡേ ലൈറ്റ്, അതായത് സൺലൈറ്റ് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഓൺ ആകും. പിന്നെ താഴെയായിട്ടൊരു ഫോഗ് ലാമ്പ് ഉണ്ട്. പിന്നെ ആ ഫോഗ് ലാമ്പിനെ കവർ ചെയ്തിട്ട് ഇവിടെ ഒരു ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല രസമായിട്ടുണ്ട്. ഇതൊക്കെ ഫിഗോയിൽ വന്ന അതേ മോഡൽ തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് നോക്കുമ്പോൾ വൈപ്പർ നമുക്ക് എല്ലാ വണ്ടികളിലും ഉള്ളതാണ്. പക്ഷെ ഇതിൽ ഓട്ടോമാറ്റിക് വൈപ്പറാണ്. ഈ വണ്ടി ടൈറ്റാനിയം പ്ലസ് ആണ്, അപ്പോൾ ടോപ്പ് വേരിയന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക് ഹെഡ്ലൈറ്റ് ഉണ്ട്, ഓട്ടോമാറ്റിക് വൈപ്പർ ഉണ്ട്. പിന്നെ ഇതിലെനിക്കൊരു പോരായ്മയായിട്ട് തോന്നിയത് ഈ ആൻറ്റിന ബാക്കിൽ ഒരു ഷാർക്ക് ഫിൻ ആൻറ്റിന ആയിട്ട് കൊടുത്തിരുന്നുവെങ്കിൽ കുറച്ചുകൂടെ കൊള്ളാമായിരുന്നു. ഇത് ഇച്ചിരി പഴയ മോഡലായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം മുൻപുള്ളതും ഇങ്ങനെയുള്ളതായിരുന്നു. 2015 ലോഞ്ച് ആയപ്പോഴും ഫ്രണ്ടിൽ തന്നെയാണ് ആൻറ്റിന. അപ്പോൾ അതൊന്ന് ബാക്കിൽ കൊടുക്കാമായിരുന്നു. പിന്നെ ടോപ്പിലൊരു ഗ്രാബ് റെയിലുണ്ട്. ഇത് വെറുതെ ഷോയ്ക്ക് വെച്ചിരിക്കുന്നതല്ല, 50 കിലോ വരെ നമുക്ക് ഇതിന്റെ മേളിൽ വെക്കാം. ഇത് താങ്ങും, അത്രയ്ക്ക് സ്ട്രോങ് ആണ് ഈ ഗ്രാബ് റെയിൽ. അതുകൊണ്ട് ഷോയ്ക്ക് വെച്ചിരിക്കുന്നതല്ല. മിററിന്റെ ഭാഗത്ത് വരുമ്പോൾ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത്. ഇൻഡിക്കേറ്റേഴ്സ് മിററിൽ തന്നെ ഉണ്ട്. മിറർ ഓട്ടോമാറ്റിക് മിററാണ്, നമുക്ക് ഓട്ടോമാറ്റിക് അകത്ത് ഫോൾഡ് ആവും. പിന്നെ ഇവിടെ ആയിട്ട് ക്രോമിന്റെ ഒരു ഫിനിഷ് ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നല്ല രസമുണ്ട്. പക്ഷെ ഇത് ബ്ലാക്ക് ആയിരുന്നുവെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു, ഈ വണ്ടി കുറച്ചുകൂടെ ചേരുമായിരുന്നു. പിന്നെ ഹെഡ്ലൈറ്റിന്റെ ഭാഗത്തും കുറച്ച് ബ്ലാക്ക് എലമെന്റ് കൊടുത്തിട്ടുണ്ട്. അതും ഒരു പുതുമയുള്ളൊരു കാര്യമാണ്. ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ 15 ഇഞ്ച് അലോയ്സ് കൊടുത്തിട്ടുണ്ട്. 15 ഇഞ്ച് അലോയ്സ് ആണ്. ഞാൻ ഫ്രണ്ടിൽ പറഞ്ഞ ആ ക്ലാഡിങ് നമ്മുടെ ഒരു വീൽ ആർച്ച് പോലെ വന്ന് സൈഡിൽ പോയിട്ടുണ്ട്. ഇത് ബാക്ക് സൈഡിലോട്ടും പോയിട്ടുണ്ട്. ഹാൻഡിലിന്റെ ഭാഗം ബോഡി കളേർഡ് ഹാൻഡിലാണ് വരുന്നത്. അപ്പോൾ സൈഡിൽ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ സൈഡിൽ പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നുമില്ല. പിന്നെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ റിയർ വൈപ്പർ ഉണ്ട്, ഡീഫോഗർ ഉണ്ട്, ഒരു
സ്പോയിലർ ആണെന്ന് തോന്നിക്കുന്ന രീതിയിൽ ഒരു പീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് വലിയ കുഴപ്പമില്ല, നമുക്കൊരു വേറൊരു സ്പോയിലർ വാങ്ങിച്ച് വെക്കേണ്ട ആവശ്യമില്ല, അത് തന്നെ ഒരു സ്പോയിലറായിട്ട് അവിടെ ഇരുന്നോളും. ഫോർഡിന്റെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. ഫ്രീ സ്റ്റൈൽ എന്നൊരു ബാഡ്ജിങ് ഇവിടെ ഉണ്ട്. പിന്നെ ഇതിന്റെ എഞ്ചിൻ TDCi എഞ്ചിനാണ് വരുന്നത്. അപ്പൊ അതിന്റെ ഒരു ബാഡ്ജിങ് അവിടെ കൊടുത്തിട്ടുണ്ട്. താഴേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞ അതേ ക്ലാഡിങ് കറങ്ങി വന്നിട്ടുണ്ട്. ബാക്ക് സൈഡിൽ നമ്പർ പ്ലേറ്റിലോട്ടും കയറി വന്നിട്ടുണ്ട്. ഇവിടെയും ഒരു ബ്ലാക്ക് ഫിനിഷിൽ ഒരു പീസ് കൊടുത്തിട്ടുണ്ട്, അതും നല്ല ഭംഗിയായിട്ടുണ്ട്. പിന്നെ ടെയിൽ ലാമ്പ് ഇത് ഫിഗയിൽ കണ്ട അതേ ടെയിൽ ലാമ്പ് തന്നെയാണ്. ഒരല്പം കർവും നല്ല ഒരു ബൾക്കി ആയിട്ടുള്ള ഒരു ഡിക്കി ആണ് ഇതിന് വരുന്നത്. അപ്പൊ ഇത്രയൊക്കെയാണ് വണ്ടിയുടെ ഔട്ടർ ബോഡിയിലുള്ള കാര്യങ്ങൾ. നമുക്കിനി ഇതിന്റെ ഇന്റീരിയറിലേക്ക് കടക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഫ്രണ്ട് ഡ്രൈവർ സൈഡിലെ ഡോർ പാഡിലും തുടങ്ങാം. ഇതാണ് ഡോർ പാഡ്. അതിവിശാലമായ ഒരു ഡോർ പാഡാണ്. പറയാൻ കാരണം 2 ബോട്ടിൽ ഹോൾഡേഴ്സും അത്യാവശ്യം കുറച്ചുകൂടെ സ്പേസ് ഇതിനകത്തോട്ടുണ്ട്. പിന്നെ ഇതിനകത്തും കുറച്ചുകൂടെ സ്പേസ് ഉണ്ട്. പിന്നെ ഈ ഹാൻഡിൽ ഒരു ക്രോം ഫിനിഷ് ആണ്. 4 ഡോർ പവർ വിൻഡോയുടെ സ്വിച്ചസ് ഇവിടെ വരുന്നുണ്ട്. നമ്മുടെ ഗ്ലാസ് ചൈൽഡ് ലോക്ക് ചെയ്യാനുള്ള സ്വിച്ചും ഇവിടെ വരുന്നുണ്ട്. ഒരു ആംറസ്റ്റും വരുന്നുണ്ട്. സൈഡിലായിട്ടൊരു കുഷൻ ഭാഗം കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് കുറച്ച് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ വണ്ടി ബോഡി കളേർഡ് ആയിട്ടുള്ള ഒരു പീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു സ്പീക്കർ നമ്മുടെ ഡോർ പാഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മിറർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ച് ഈ ഡോറിന്റെ ഈ ഭാഗത്തായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഡോറിന്റെ കാര്യം, ഡോർ പാഡിലുള്ള കാര്യങ്ങൾ. നമുക്ക് ബാക്ക് ഡോർ പാഡ് കണ്ടിട്ട് നമുക്ക് അകത്തോട്ട് പോകാം. ഇതാണ് ബാക്ക് ഡോർ പാഡ്. ഫ്രണ്ട് ഡോർ പാഡ് അതിവിശാലമായിരുന്നുവെങ്കിൽ ബാക്ക് ഡോർ പാഡ് വളരെ ശോകമാണ് എന്ന് ഞാൻ പറയും. കാരണം ഒരു കപ്പ് ഹോൾഡറോ ഒരല്പം ഒരു ബോട്ടിൽ ഹോൾഡറോ അല്പം സ്പേസോ ഒന്നും ഇവിടെ ഇല്ല. ഫ്ലാറ്റ് ആണ്. ഒരു സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. പിന്നെ പവർ വിൻഡോയുടെ സ്വിച്ച് നമ്മുടെ ഹാൻഡിൽ. പിന്നെ ഇതിലും ആംറസ്റ്റ് ഉണ്ട്. നല്ല വിശാലമായിട്ടുള്ള ആംറസ്റ്റ് ആണ്. നമുക്കിപ്പോൾ യാത്ര ചെയ്യുമ്പോൾ അത്യാവശ്യം കൈവച്ച് സുഖമായിട്ട് പോകാം. അവിടെയും ഒരു കുഷന്റെ ഒരു എലമെന്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബോഡി കളറായിട്ടുള്ള ഒരു പീസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഡോർ പാഡിലുള്ള കാര്യങ്ങൾ. നമുക്കിനി വണ്ടിയുടെ ഫ്രണ്ട് ഇന്റീരിയറിലേക്ക് പോകാം. അപ്പൊ ഇതാണ് ഫ്രീ സ്റ്റൈലിന്റെ ഇന്റീരിയർ. നല്ലൊരു ക്ലാസ് ലുക്ക്, നല്ലൊരു ഫിനിഷിങ്ങിലുള്ള ഒരു ഇന്റീരിയർ ആണ്. ഫോർഡിന്റെ ക്വാളിറ്റി അത് നമുക്ക് യാതൊരുവിധ ഡൗട്ടും ഇല്ല. 100% പെർഫെക്റ്റ് ക്വാളിറ്റി ആയിരിക്കും. നല്ല ബിൽഡ് ക്വാളിറ്റിയിലൊക്കെ ചെയ്യുന്ന പ്ലാസ്റ്റിക് ആയിരുന്നാൽ പോലും നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക്കിലാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ വരുന്ന സ്റ്റിയറിംഗ് ഇത് നമ്മുടെ ഫിഗോയിലും അസ്പെയറിലും കാണുന്ന അതേ സ്റ്റിയറിംഗ് തന്നെയാണ്. അതിന് മാറ്റമില്ല. സ്റ്റിയറിംഗിൽ കൺട്രോൾ ഉണ്ട്. നമുക്ക് മ്യൂസിക് സിസ്റ്റം കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ എഞ്ചിൻ സ്വിച്ച് ഇവിടെയാണ് വരുന്നത്. കീലെസ് എൻട്രി ആയതുകൊണ്ട് എഞ്ചിൻ സ്വിച്ച് ഇവിടെയാണ് വരുന്നത്. പിന്നെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഇത് നമ്മുടെ ഫിഗോയിലും സ്പെയറിലുള്ള അതേ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ തന്നെയാണ്. അതിനെ നേരെ എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല. പിന്നെ ഇതിലുള്ള ഡിജിറ്റൽ ഡിസ്പ്ലേ ഇത് മാത്രം ചെറിയൊരു വ്യത്യാസമുണ്ട്. അതിൽ അത്യാവശ്യം ഫങ്ഷൻസ് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ഉള്ളത് ഇൻഫർടൈൻമെന്റ് സിസ്റ്റം ആണ്. ഇതിൽ ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോയും ഉണ്ട്. അത്യാവശ്യം നല്ലൊരു ഇൻഫർടൈൻമെന്റ് സിസ്റ്റം ആണ് ഇത്. അത്യാവശ്യം ലാഗോ കാര്യങ്ങളൊന്നുമില്ല. നല്ല സ്മൂത്ത് ഒരു സ്റ്റീരിയോ ആണെന്ന് പറയാം. പിന്നെ 2 എയർ വെന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഫിഗറിലുള്ളത് തന്നെയാണ്. ഒരു എയർ വെന്റ് ഈ ഭാഗത്തായിട്ടുണ്ട്, ഒരു എയർ വെന്റ് ആ ഭാഗത്തായിട്ടും ഉണ്ട്. പിന്നെ ഇതിനകത്ത് വരുന്ന നമ്മുടെ മ്യൂസിക്കിന്റെ കൺട്രോൾസ് ഈ ഭാഗത്തായിട്ടുണ്ട്. വോളിയം ട്യൂൺ ചെയ്യാനുള്ളതൊക്കെ. ഹസാർഡിന്റെ സ്വിച്ച് സെൻട്രലായിട്ടാണുള്ളത്. AC ഓട്ടോമാറ്റിക് AC ആണ്. അപ്പോൾ ACയുടെ ബാക്കി അതിന്റെ അനുബന്ധ സ്വിച്ചുകളും കാര്യങ്ങളെല്ലാം താഴെ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ തൊട്ട് താഴെയായിട്ട് നമുക്കൊരു മൊബൈൽ വെക്കാൻ പറ്റുന്ന ഒരു സ്പേസ് കൂടെ ഉണ്ട്. അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിന്റെ തൊട്ട് താഴെയായിട്ട് 2 ചാർജിങ് പോയിന്റും ഒരു 12 വാട്ട് ചാർജിങ് പോയിന്റും കൊടുത്തിട്ടുണ്ട്. അതിന്റെ തൊട്ട് ബാക്കിലായിട്ട് നമ്മുടെ ഗിയർ നോബ് കൊടുത്തിട്ടുണ്ട്. ഗിയർ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഫിഗോ അസ്പെയർ ഇതെല്ലാം നമുക്ക് റിവേഴ്സ് ജസ്റ്റ് ഇങ്ങനെ ഇട്ടാൽ റിവേഴ്സ് വരുമായിരുന്നു. ഇതിൽ നമ്മൾ ഒന്ന് പുൾ ചെയ്തിട്ട് റിവേഴ്സ് ഇട്ടാലേ റിവേഴ്സ് ആകത്തുള്ളൂ. അപ്പൊ ആ ഒരു വ്യത്യാസം ഗിയർ ബോക്സിലുണ്ട്. ഇതിന് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഉള്ള ഒരു വേരിയന്റും ഇല്ല. എല്ലാം മാനുവൽ ഗിയർ ബോക്സ് തന്നെയാണ്. പിന്നെ തൊട്ട് ബാക്കോട്ട് വരുമ്പോൾ ഹാൻഡ് ബ്രേക്ക് ഉണ്ട്. അതിന്റെ തൊട്ട് താഴെ തന്നെയായിട്ട് 2 കപ്പ് ഹോൾഡേഴ്സും ഒരു കുഞ്ഞു കപ്പ് ഹോൾഡറും ഒരു ബോട്ടിൽ ഹോൾഡറും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലായിട്ട് ചെറിയൊരു സ്പേസ് ഉണ്ട്. അതിന്റെ തൊട്ട് ബാക്കിലായിട്ട് ട്രാക്ഷൻ കൺട്രോളിന്റെ സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് സെൻട്രൽ കൺസോളിൽ വരുന്നത്. ബോഡി കളറിനോട് മാച്ച് ആവുന്ന ടൈപ്പ് ഒരു ഇന്റീരിയർ കളറാണ് അകത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഡാഷ്ബോർഡിന് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ലൈറ്റിന്റെ കൺട്രോൾസ് ഒക്കെ ഈ ഭാഗത്തായിട്ടാണ് വരുന്നത്. ബൂട്ട് തുറക്കുന്നത് ഇവിടെ ആയിട്ടാണ്. ഇത് ഫോഗ് ലാമ്പിന്റെ സ്വിച്ചസ് ആണ്. നമുക്ക് ഹെഡ്ലൈറ്റ് ഒന്നും മുകളിലോട്ട് പൊക്കാനോ താക്കാനോ ടിൽറ്റ് ചെയ്യാനുള്ള സ്വിച്ച് ഇതാണ്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓൺ ആകും. പിന്നെ ഇവിടെ ആയിട്ട് ഒരു സൺഷെയ്ഡ് ഉണ്ട്. അതിലൊരു വാനിറ്റി മിറർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അത്യാവശ്യം ഒരു പേപ്പർ എന്തെങ്കിലും വെക്കണമെങ്കിലുള്ള ഒരു സ്പേസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തും ഒരു വാനിറ്റി മിറർ കൊടുത്തിട്ടുണ്ട്. പിന്നെ എയർ ബാഗിന്റെ ഒരു വാണിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടോപ്പിലായിട്ടാണ് എന്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ സീറ്റ്. നല്ല തൈ സപ്പോർട്ടൊക്കെ ഉള്ള ഒരു അടിപൊളി സീറ്റ് തന്നെയാണ് ഇതിന് വരുന്നത്. നല്ലൊരു സീറ്റാണ്. നല്ലൊരു ക്വാളിറ്റി സീറ്റ് തന്നെയാണ് ഇതിന് വരുന്നത്. നല്ല തൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല സീറ്റ് തന്നെയാണ്. പിന്നെ നമ്മുടെ ഗ്ലോ ബോക്സ്
തരക്കേടില്ലാത്തൊരു ഗ്ലോ ബോക്സ് തന്നെയാണ് വരുന്നത്. അതിനകത്ത് ഒരു ലൈറ്റ് വരുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഇതിനകത്ത് ലൈറ്റ് വരുന്നുണ്ട്. വലിയ കുഴപ്പമില്ലാത്തൊരു ഗ്ലോ ബോക്സ് തന്നെയാണ്. പിന്നെ ഈ ഭാഗത്തായിട്ടാണ് പാസഞ്ചർ സൈഡിൽ നമ്മുടെ എയർ ബാഗ് വരുന്നത്. ഒരു എയർ ബാഗ് ഇവിടെ ഉണ്ട്. മൊത്തം 6 എയർ ബാഗ് ഈ വണ്ടിയിലുണ്ട്. അപ്പൊ നമുക്ക് ബാക്ക് റോ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ ഇതാണ് ഇതിന്റെ ബാക്ക് റോ. നല്ല സ്പേസ് ഉണ്ട്. ഹെഡ് റൂം ഒരല്പം കുറവാണെന്ന് എനിക്ക് തോന്നുന്നു, കാരണം ഞാനിരുന്നപ്പോൾ ചെറുതായിട്ട് ഇവിടെ തല തട്ടുന്നുണ്ട്. നമ്മുടെ ലെഗ് സ്പേസ് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഉണ്ട്. ഇതിപ്പോ സീറ്റ് ഫുള്ള് ബാക്കിലോട്ട് ഇറക്കിയിട്ടിരിക്കുന്നതാണ്. ഇവിടെ ഫ്രണ്ടിലോട്ട് അല്ല, ഇവിടെ ഒരു മീഡിയം ലെവലാണ് ഇട്ടിട്ടുള്ളത്. ഇത്രയും സ്പേസ് നമുക്കുണ്ട്. അത്യാവശ്യം നല്ലൊരു സ്പേസ് തന്നെയാണ്. 3 പേർക്ക് സുഖമായിട്ടിരിക്കാം. സെൻട്രൽ ടണൽ ഒരല്പം മേളിലോട്ട് പൊങ്ങിയാണ് ഇരിക്കുന്നത്. എന്നിരുന്നാൽ കൂടി നമുക്കൊരു 3 പേർക്ക് ഇതിനകത്ത് സുഖമായിട്ടിരിക്കാം. 5 പേർക്ക് നമുക്ക് ടോട്ടലി ഇതിനകത്ത് യാത്ര ചെയ്യാൻ പറ്റും. ആംറസ്റ്റ് നമുക്ക് നന്നായിട്ട് യൂസ് ആവുന്നുണ്ട്. പിന്നെ സീറ്റ്സിൽ ആംറസ്റ്റ് വരുന്നില്ല. പിന്നെ ബാക്കിലായിട്ട് പാഴ്സൽ ട്രേ വരുന്നുണ്ട്. ഭയങ്കര വലിയ പാഴ്സൽ ട്രേ ഒന്നുമല്ല, എന്നിരുന്നാൽ കൂടി നമുക്ക് കുറച്ച് സാധനങ്ങൾ വെക്കാൻ പറ്റുന്ന ഒരു പാഴ്സൽ ട്രേ ആണ് ബാക്ക് സൈഡിൽ വരുന്നത്. അപ്പൊ ഇത്രയൊക്കെയാണ് വണ്ടിയുടെ അകത്തുള്ള കാര്യം. നമുക്കിനി ഇതിന്റെ ബൂട്ട് ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ബൂട്ട് തുറക്കാനായിട്ട് ഫ്രണ്ടിൽ പോയി വലിക്കേണ്ട ആവശ്യമില്ല. ഞാൻ നേരത്തെ കാണിച്ചു, നമ്മൾ സ്വിച്ച് പ്രസ് ചെയ്താൽ മതി. അതുകൂടാതെ നമുക്ക് ഈ കീയില് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബൂട്ട് ഓപ്പൺ ആകും. ഓപ്പൺ ആയിട്ടുണ്ട്. ഒരു 257 ലിറ്ററിന്റെ ബൂട്ടാണ് ഫ്രീ സ്റ്റൈലിനുള്ളത്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഇന്നലെ ഒരു കുഞ്ഞു ഫാമിലിക്കുള്ള ലഗേജസ് മുഴുവനും ഈ ബൂട്ടിനകത്തിരിക്കും. കുഴപ്പമില്ല. ഈ ബൂട്ട് സ്പേസും നമുക്ക് തികയുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ കാണിച്ചു തരാം. ഇതിന്റെ സീറ്റ് ഫോൾഡബിൾ ആണ്. കണ്ടില്ലേ, സീറ്റ്സ് മടക്കിയിട്ടിട്ട് നമുക്ക് അത്യാവശ്യം ഈ പാഴ്സൽ ട്രേ കൂടെ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ നല്ലൊരു ബൂട്ട് സ്പേസ് കിട്ടും. അത്യാവശ്യം നമുക്ക് എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ കൊണ്ടുപോകാം, 2 പേര് യാത്ര ചെയ്യുമ്പോൾ മാത്രം. ഇതാണ് ഇതിന്റെ ബോണറ്റ്. 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് വരുന്നത്. ഈ ഭാഗത്തായിട്ടാണ് ടർബോ വരുന്നത്. പിന്നെ ബാറ്ററി, മറ്റനുബന്ധ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഫോർഡിന്റെ വണ്ടികൾക്ക് പൊതുവെ ബോണറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എല്ലാം തിങ്ങി നിരുങ്ങിയിരിക്കുന്ന ഒരു ടൈപ്പാണ്. ആ സെയിം പാറ്റേൺ ഇവിടെയും അവർ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഒട്ടനവധി സാധനങ്ങൾ അവർ തിങ്ങി നിരുക്കി വെച്ചിട്ടുണ്ട്. എയർ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്തായിട്ട് കാണാം. പിന്നെ അധികം ചൂടൊന്നും മേലോട്ട് വരാതിരിക്കാനായിട്ട് ഇവിടെ ഒരു ഫോം ഷീറ്റ് പോലെ അവർ കൊടുത്തിട്ടുണ്ട്. അതും നല്ലതാണ്. സൗണ്ടൊന്നും അധികം മേലോട്ട് വരത്തില്ല, പ്രത്യേകിച്ച് ഡീസൽ എഞ്ചിൻ ആയതുകൊണ്ട്. നമുക്ക് ഈ വൈപ്പർ ഓട്ടോമാറ്റിക് ആണെന്ന് പറഞ്ഞു. അപ്പൊ അതൊന്ന് ഓട്ടോമാറ്റിക് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം. ഇതാണ് ഓട്ടോമാറ്റിക് വൈപ്പർ. ഓക്കെ, അത് സെൻസറൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഓക്കെ ആണ്. പിന്നെ ഹെഡ്ലൈറ്റൂടെ എനിക്ക് കാണിച്ചു തരണമെന്നുണ്ട്. ഇപ്പം ഉച്ച സമയം ആയതുകൊണ്ട്, വെയിലുള്ളത് കൊണ്ടും അത് ഓട്ടോമാറ്റിക് കാണിക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം. നമ്മൾ ക്ലച്ച് ചവിട്ടിയാൽ മാത്രമേ വണ്ടി സ്റ്റാർട്ടാകത്തുള്ളൂ. നോർമലി കീല സെൻട്രിൽ വരുന്ന പോലെ തന്നെയാണ്. ഓക്കെ, വണ്ടി ഓടിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇട്ട് മാത്രം വണ്ടി ഓടിക്കുക. നമ്മൾ നിയമലംഘനങ്ങൾ ചെയ്യാതിരിക്കുക. സ്റ്റിയറിംഗ് റെസ്പോൺസ് ഭയങ്കര കിടിലമാണ്. കാരണം നമ്മളൊന്ന് വളച്ചിട്ട് കൈ വിട്ട് കഴിഞ്ഞാലും തിരിച്ച് ഓട്ടോമാറ്റിക്കാണ് വരും. ഇതിന് അങ്ങനെ ഒരു ഫീച്ചർ കൂടെ ഉണ്ട്. നമ്മളിപ്പോൾ അത്യാവശ്യം നല്ല വളവൊക്കെ വീശി എടുക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് അധികം ഈ സ്റ്റിയറിംഗ് പോയി കഴിഞ്ഞാലും തിരിച്ച് ഓട്ടോമാറ്റിക്കാണ് കറങ്ങി നമ്മൾ സ്റ്റേബിൾ ആക്കുന്ന ഒരു ഫീച്ചറോടെ ഈ വണ്ടിക്കുണ്ട്. പിന്നെ AC ഒക്കെ അത്യാവശ്യം നല്ല കൂളിംഗ് ആണ്. പ്രത്യേകിച്ച് അതിന് കുറ്റം പറയാനായിട്ടൊന്നുമില്ല. പിന്നെ ഈ വണ്ടിക്ക് എനിക്ക് തോന്നിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഒരല്പം ബോഡി റോളുണ്ട്. കാരണം ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലാണ്. ഈ ക്രോസ് ഓവർ സെഗ്മെൻറ്റ് വരുമ്പോൾ വണ്ടി എപ്പോഴും ഒരു SUV-യും അല്ല ഹാച്ച് ബാക്കും അല്ല, ആ ഒരു രീതിക്ക് ഇരിക്കും. അപ്പോൾ ഈ ഹാച്ച് ബാക്കിനും സെഡാനുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി റോള് കുറവായിരിക്കും. ഈ SUV സെഗ്മെൻറ്റിലോട്ട് വരുമ്പോൾ ബോഡി റോള് കൂടും. ഇതൊരു ക്രോസ് ഓവർ ആയതുകൊണ്ട് തന്നെ അല്പം ബോഡി റോള് ഉണ്ട് ഈ വണ്ടിക്ക്. അതൊഴിച്ചാൽ വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ ബോഡി റോള് നമുക്ക് ഈ അടിതട്ടുന്ന പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഒഴിവാക്കും. അത്യാവശ്യം നല്ല ഡ്രൈവിംഗ് കംഫർട്ടൊക്കെ ഉള്ളൊരു വണ്ടിയാണ്. അത്യാവശ്യം ഒന്നല്ല, ഫോർഡിൻ്റെ വണ്ടികളൊക്കെ നമുക്ക് അറിയാവുന്നവർക്ക് അറിയാം. ഞാൻ ഈ അറിയണത്തവരെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ നിൽക്കുന്നില്ല. ഇത് ഓടിച്ചിട്ടുള്ളവർക്ക് പ്രത്യേകിച്ച് അത് മനസ്സിലാകും. ഫോക്സ് വാഗൻ്റെയും ഫോർഡിൻ്റെയും വണ്ടികൾ ഏകദേശം ഡ്രൈവിംഗ് ഒരുപോലെ തന്നെയാണ്. ഇതൊരു ഡീസൽ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ടർബോ കൂടെ ഉള്ളത് കൊണ്ട് നല്ല രസമാണ് ഓടിക്കാനായിട്ട്. നല്ല കംഫർട്ടാണ്, നല്ല പവറാണ്. നമുക്ക് ഈ തേരിയൊന്നും ഒരു ലാഗോ അങ്ങനെ ഒന്നും വരത്തില്ല. നല്ല പുള്ളിങ്ങിൽ ഇത് കയറി പോകും. അപ്പോൾ ഇതൊക്കെയാണ് ഇത് ഡ്രൈവ് ചെയ്യുമ്പോൾ ഉള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് ഫോർഡ് ഫ്രീ സ്റ്റൈലിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അവലോകനം സീരീസ് ഇനി തുടർന്നുകൊണ്ടിരിക്കും. അടുത്തൊരു നല്ല കാറുമായിട്ട് വരുന്നത് വരെ